വാഗ അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാൻകാരായ ആളുകൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് അതിൻ്റെ അവസാനത്തെ ദിവസം, അതായത് ഇന്നിപ്പോൾ മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് വരെ പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എത്ര പേര് പോയിട്ടുണ്ട്? കേരളത്തിൽ വേണ്ട 150ഓളം ആളുകൾ പോകാനുണ്ട്. എത്ര പേര് പോയിട്ടുണ്ട്? പോകാത്തവരെ കസ്റ്റഡിയിലെടുക്കുമോ, ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് മാറ്റുമോ? കരുതൽ തടങ്കൽ കേന്ദ്രം ഉണ്ടല്ലോ കേരളത്തിൽ, ഇത് നടപ്പാക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും. കാരണം ഇത് പിണറായി വിജയൻ വിചാരിച്ചാൽ ഇവരെ ഇവിടെ നിർത്താനൊന്നും പറ്റില്ല. അത് എടുത്ത് പുറത്ത് കളഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ അതവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു കണക്ക് വരുന്നുണ്ട്. അതായത് 5 ലക്ഷം പാകിസ്ഥാൻ സ്ത്രീകൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. പാകിസ്ഥാനികൾ. ഞെട്ടിയോ? ഞെട്ടണം. ഒന്നും തോന്നിയില്ല. സിനിമ നിർവികാരനായിട്ടിരിക്കുന്നു. 5 ലക്ഷം പാകിസ്ഥാനി സ്ത്രീകൾ എങ്ങനെയാണെന്നറിയാമോ? അത് ഒരു പുതിയ സാധനമാണ്. ഇപ്പോൾ ഈ തീവ്രവാദി ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് പൗരന്മാരെ തിരിച്ചയക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു വേഡ് മാരേജ് ടെററിസം എന്നാണ്. മാരേജ് ടെററിസം നമ്മൾ കേട്ടിട്ടില്ല. അതായത് കല്യാണത്തിൻ്റെ പേരിലുള്ള ഭീകരപ്രവർത്തനം, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ മറവിലുള്ള ഭീകരപ്രവർത്തനം, അത് ഇന്ത്യയിൽ നടക്കുന്നു എന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. അതായത് 5 ലക്ഷം പേർ എങ്ങനെ വന്നിരിക്കുന്നു? 5 ലക്ഷം പാകിസ്ഥാനി സ്ത്രീകൾ ഇന്ത്യയിലുണ്ട്. അതായത് ഇന്ത്യക്കാർ, അതിർത്തിയിലൊക്കെയുള്ള മുസ്ലിം ചെറുപ്പക്കാർ പാകിസ്ഥാനിൽ നിന്ന് കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് അവരുടെ ഭാര്യമാരെ ഇവിടെ കൊണ്ടുവരും. ലോങ് ടൈം വിസയിൽ കൊണ്ടുവരും. അവർ പാകിസ്ഥാൻ പൗരന്മാരാണ്. പാകിസ്ഥാൻ സിറ്റിസൺഷിപ്പ് ഉള്ളവർ ഇന്ത്യക്കാരൻ കല്യാണം കഴിച്ചു എന്ന പേരിൽ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ കൊണ്ടുവരും. അവരിവിടെ എങ്ങനെ താമസിച്ചു പോവാണ്. കുറേ താമസിച്ച് കഴിഞ്ഞ് യൂസ്ഫുള്ളായി കഴിയുമ്പോൾ ഒരുപക്ഷേ സെക്യൂരിറ്റി ഏജൻസികളും ഇതൊക്കെ വിട്ടുപോകാം, അല്ലെങ്കിൽ പിന്നീട് അവരെ ബ്രൈബ് ചെയ്തോ കൈക്കൂലി കൊടുത്തോ ഒക്കെ ഇവരിങ്ങനെ തുടരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തറിയോ? കാരണം ഈ നമ്മുടെ നാട്ടിലെ പൗരത്വ നിയമപ്രകാരം, സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം ഇവിടെ വെച്ച് ജനിച്ചാൽ ആ കുഞ്ഞിന് ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ ഭർത്താവ് ഇന്ത്യക്കാരൻ, ഭാര്യ പാകിസ്ഥാനി, അവരെ വിസ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു, ഇവിടെ വെച്ച് പ്രസവിക്കുന്നു. കല്യാണം കഴിച്ചാൽ ഉടനെ പ്രസവിപ്പിക്കാനുള്ള പണി നടത്തും. കാരണം എത്രയും പെട്ടെന്ന് ഇന്ത്യൻ പൗരത്വമുള്ളൊരു കുഞ്ഞ് കിട്ടുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ 3-4 കുട്ടികളുണ്ടാവുമെന്ന് സ്വാഭാവികമാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു പാകിസ്ഥാനി പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് വന്നാൽ മിനിമം 3 കുട്ടികൾ. 5 ലക്ഷം ആകുമ്പോൾ എത്രയായി? മിനിമം 15 ലക്ഷം കുട്ടികൾ, അല്ലേ? അപ്പോൾ ജനസംഖ്യയിൽ ഉണ്ടാകുന്നൊരു വ്യത്യാസം. ഇവർ അമ്മ പാകിസ്ഥാനി, അച്ഛൻ ഇന്ത്യയിൽ ജീവിക്കുന്ന പാകിസ്ഥാൻ മനസ്സുള്ളവൻ. അല്ലെങ്കിൽ 25 കോടി മുസ്ലിമുകൾ ഇന്ത്യയിലുണ്ട്. എന്തിനാണ് കല്യാണം കഴിക്കാൻ പാകിസ്ഥാനിൽ നിന്ന് പെണ്ണിനെ തേടി പോകുന്നത്? കാരണം അവൻ്റെ കൂറ് പാകിസ്ഥാനിലായതുകൊണ്ടാണ്. കാരണം പാകിസ്ഥാൻ മതരാജ്യമാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങളുണ്ടെങ്കിലും കുറച്ചുകൂടെ ദീനിയായ മുസ്ലിമുകളെ കിട്ടുന്നത്, മുസ്ലിം പെണ്ണുങ്ങളെ പാകിസ്ഥാനിൽ കിട്ടും എന്ന് കരുതിയിട്ടാണ് പാകിസ്ഥാനിൽ പോയി ഇന്ത്യയിലെ യുവാക്കൾ മതം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ പാകിസ്ഥാനികളെ കല്യാണം കഴിക്കുന്നത്. അതൊരു ക്ലിയർ അജണ്ടയാണ് അവിടെ. അപ്പോൾ ഇവനിവിടെ ജിഹാദി മനസ്സുമായിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് അവൻ പാകിസ്ഥാനിൽ നിന്ന് പെണ്ണിനെ കൊണ്ടുവരുന്നു, അവളെ ഇവിടെ കൊണ്ടുവന്നു, ആദ്യത്തെ വർഷം തന്നെ പ്രസവിക്കുന്നു, ആ കൊച്ചിന് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നു. അതായത് ഒരു കുഞ്ഞു ജിഹാദി വളർന്നു വരുന്നു തുടക്കത്തിലെ. അപ്പോൾ ഇങ്ങനെ 5 ലക്ഷത്തോളം സ്ത്രീകൾ ഇവിടെയുണ്ട് എന്നാണ് കണക്ക്. അവർ 5 ലക്ഷത്തോളം ആളുകളെ ഇപ്പോൾ തിരിച്ചയക്കുമോ എന്ന് ചോദിച്ചാൽ 5 ലക്ഷം പേരും ഈ സർക്കാരിൻ്റെ ഈ ഉത്തരവിനെ തുടർന്ന് തിരിച്ചു പോകേണ്ടത്. ഇതിപ്പം നമ്മുടെ ജാർഖണ്ഡിലെ ഘോഡ MP നിഷികാന്ത് ദുബെ ഈ കണക്കുകൾ സഹിതം ഇന്നലെ പറഞ്ഞ കാര്യമാണ്. നിഷികാന്ത് ദുബെ അറിയാലോ, സുപ്രീം കോടതി എന്ന നാട് ഭരിച്ചേക്ക് ഞങ്ങൾ പാർലമെൻറ്റും അടച്ചിട്ടേക്കാം എന്ന് പറഞ്ഞ അതേ നിഷികാന്ത് ദുബെയാണ് ഈ ഡാറ്റ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല, പെണ്ണുങ്ങൾക്ക് പാകിസ്ഥാൻ ചെറുപ്പക്കാരെ ഇന്ത്യൻ പെൺകുട്ടികൾ കല്യാണം കഴിക്കും. ഇന്ത്യയിൽ ആണുങ്ങളില്ലാത്തതുകൊണ്ടല്ലോ. പാകിസ്ഥാനികളെ എങ്ങനെ പരിചയപ്പെടുന്നു? എങ്ങനെയൊക്കെയോ പരിചയപ്പെടുന്നു. അതും ഒരു തരത്തിൽ ജിഹാദി ബന്ധം ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കാം ഈ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചെക്കന്മാരെന്ത് ചെയ്യും? അവിടുന്ന് വിസയുമായി ഇവിടെ വന്ന് താമസിക്കും. അവിടെ താമസിക്കുന്ന യൂസ്ഡായി ഇവിടെ ദീർഘകാല വിസയുമായി തുടരുകയാണ്. നമ്മളോർക്കും ഇന്ത്യക്കാരായിരിക്കും. സംസാരിക്കുന്ന ഭാഷ ഹിന്ദി, ശരീരപ്രകൃതി ഏതാണ്ട് ഇന്ത്യക്കാരുടെ പോലെ തന്നെ, മതം ഇവിടെ താമസിക്കുന്ന വീട്ടിലും ഇസ്ലാം, ഇവൻ്റെയും ഇസ്ലാം. അപ്പോൾ പിന്നെ ആർക്കും സംശയമില്ല ഇവൻ എങ്ങനെ ഇവിടെ ജീവിക്കുക. ഇവിടെ നിന്നിട്ട് ഇവൻ പാകിസ്ഥാനിയാണ്. ഇവൻ ചെയ്യുന്നത് ഇവൻ്റെ ഒരു പാകിസ്ഥാനി അവൻ എവിടെ പോയാലും അവൻ്റെ രാജ്യത്തോട് മാത്രമായിരിക്കും കൂറുള്ളത്. കാരണം
കാരണം എന്താണെന്നറിയോ? മതം ഇഞ്ചക്ട് ചെയ്യുമ്പോൾ മതരാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഇന്ത്യയിലുള്ള ഒരുപാട് പേർക്ക് ഇന്ത്യയിൽ ഇത്രയും വലിയ ഭീകരാക്രമണം നടന്നിട്ടും അതിനെ അപലപിക്കാതെ വ്യാജമായി മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടവരോടൊന്ന് ലിസ്റ്റ് ഉണ്ടാക്കുന്നു, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇത് തീവ്രവാദ ആക്രമണമല്ല, നരേന്ദ്രമോദി ഉണ്ടാക്കിയ ആക്രമണമാണ് എന്ന് പറയുന്നു. പാകിസ്ഥാൻ വരെ സമ്മതിച്ചു, ഞങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്, ഞങ്ങൾക്ക് പങ്കുണ്ടെന്ന് പാകിസ്ഥാൻ പോലും സമ്മതിച്ചു കഴിഞ്ഞിട്ടും ഇവിടെ ജീവിക്കുന്ന പാകിസ്ഥാൻ ഹൃദയവും പാകിസ്ഥാൻ തലച്ചോറും പാകിസ്ഥാൻ വിചാരങ്ങളും മാത്രമുള്ള ജിഹാദികൾ പറയുന്നത് കാശ്മീരിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യ സർക്കാരിന് ബീഹാർ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയാന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അത്തരം ആളുകൾ ഈ പാകിസ്ഥാനിൽ നിന്ന് കല്യാണം കഴിച്ച് പെണ്ണുങ്ങളെ കൊണ്ടുവന്നും പാകിസ്ഥാനിൽ നിന്ന് ചെറുക്കന്മാരെ കല്യാണം കഴിച്ചു ഇവിടെ കൊണ്ടുവന്നിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇവരുടെ കൃത്യമായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ സ്ഥിതി ഇങ്ങനെ പോകുമ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു തടാകത്തിൻ്റെ കരയിലുള്ള സ്ഥലം, എനിക്ക് സ്ഥലം എവിടെയെന്ന് മനസ്സിലായില്ല. അവിടെ പാകിസ്ഥാൻ്റെ കൊടിയുമായി കുറച്ച് സ്ത്രീകൾ പ്രകടനം നടത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ ചെന്ന് കൊടികൾ പിടിച്ചു വന്നു. സ്ത്രീകൾ അങ്ങ് ചൂടാവുകയാണ്. നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ കൊടി പിടിച്ചു മാറ്റുന്നത്? ഞങ്ങളുടെ ദീനിൻ്റെ കൊടിയാണ് എന്ന് പറഞ്ഞു. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇന്ത്യയിലെ പല ഭാഗത്തും ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കാരണം ഈ ചിലരൊക്കെ പറയും ഇവന്മാർക്കെതിരെ കേസെടുക്കണം. എന്തിന് കേസെടുക്കണം? കാരണം എന്നറിയോ? ഞാൻ കേസെടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനല്ല. കാരണം ഇതുപോലൊരു അവസ്ഥ വന്നപ്പോൾ ഇത്തരക്കാരുടെ തനിനിറം പുറത്തായി. നമുക്കിവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഇന്ത്യയിൽ ജീവിക്കുന്ന പാകിസ്ഥാൻ മനസ്സുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നും കൃത്യമായി അറിയാൻ പറ്റി. അപ്പോൾ കൃത്യമായും പാകിസ്ഥാന് അനുഭാവത്തോടെ നിൽക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ഇവിടെ ഈ നാട്ടിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ കലാപം ഉണ്ടാക്കാൻ തയ്യാറാവും. അല്ല, നമ്മൾ അതിശയിക്കണ്ട. കാരണം കർണാടക സർക്കാർ എന്താ പറയുന്നത്? കർണാടക സർക്കാർ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? അറസ്റ്റ് ചെയ്തു ബജറംഗ് ദൾ പ്രവർത്തകർ റോഡിൽ പാകിസ്ഥാൻ്റെ കൊടി ഒട്ടിച്ചു. കുൽബർഗിയിലാണ്. കുൽബർഗിയിൽ ഈ കൊടി ഒട്ടിക്കുക, പഴയ ഗുൽബർഗയാണ് ഈ കുൽബർഗി എന്ന് പറയുന്നത്. അവിടെ റോഡിൽ ഒട്ടിച്ച് അതിൻ്റെ മുന്നിൽ നടക്കാനാണ്. അപ്പോൾ നമ്മൾ ഡാക്ക യൂണിവേഴ്സിറ്റി കണ്ടില്ലേ? ഈ ജിഹാദികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ കയറുമ്പോൾ തറയിൽ വിരിച്ചിരിക്കുകയായിരുന്നു ഇന്ത്യൻ ദേശീയ പതാക. അത് ചവിട്ടിക്കറണം എന്ന് പറയുന്ന പോലെ കുൽബർഗിയിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ റോഡിലൊക്കെ പാകിസ്ഥാൻ്റെ കൊടി ഒട്ടിച്ചു. അപ്പം അവരത് കയറി നടന്ന് മുസ്ലിങ്ങൾക്ക് രാജ്യസ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ബജറംഗ് ദൾ ചെയ്തത്. അത് കയറി ഇവൻ ചവിട്ടി പോവില്ലോ എന്ന് അറിയണം. അവർ ചവിട്ടി പോയില്ല. സ്ത്രീകൾ വന്ന് പറിച്ചു കളഞ്ഞു. സർക്കാരോ സിദ്ധരാമയ്യ സർക്കാരോ എന്ത് ചെയ്തു? പൂർണ്ണ പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല സർക്കാരിനെ അറസ്റ്റ് ചെയ്തു. അതിൽ മതചിഹ്നം ഉള്ളതുകൊണ്ട് അത് മതവികാരം വ്രണപ്പെടുമെന്ന്. അപ്പോൾ ആ ചെയ്തവരെ അറസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? എന്തെങ്കിലും നമ്മുടെ സ്വന്തം രാജ്യത്തോട് കൂറ് കാണിക്കാൻ ശ്രമിച്ചാൽ പോലും അത് മതം. അപ്പോൾ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്താൽ ഇന്ത്യ യുദ്ധം ചെയ്താൽ കുറേ ആളുകൾ ഇന്ത്യക്കെതിരെ ജാഥ നടത്താനും നമ്മുടെ നാട്ടിൽ അക്രമം നടത്താനും തയ്യാറായി വരുമെന്ന് ഉറപ്പാണ്. ആ തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഭീഷണി പോലെ തന്നെ രാജ്യത്തിനകത്തും വലിയ ശത്രുക്കൾ ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തിനകത്ത് 10 കോടിയോളം ആളുകളാണ് ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അനധികൃതമായി ഇന്ത്യയിൽ താമസിക്കുന്നു പറയുന്നത്. ഇതാലോചിച്ചുകൊണ്ട് 10 കോടി. ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ഡൽഹി സർക്കാർ പൗരത്വത്തിന്, നമ്മുടെ നാട്ടിൽ പൗരത്വ രേഖയില്ലല്ലോ. സിനു പൗരരാണെന്ന് തെളിയിക്കാൻ എന്താ കാര്യം? പാസ്പോർട്ട് പൗരത്വ രേഖയല്ല, വോട്ടർ ഐ ഡി കാർഡ് പൗരത്വ രേഖയല്ല, ആധാർ പൗരത്വ രേഖയല്ല. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും, ഈവൻ ബംഗ്ലാദേശിന് പോലും സിറ്റിസൺഷിപ്പ് കാർഡുണ്ട്. നമുക്ക് മാത്രമില്ല. നമുക്കില്ല. നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ സമ്മതിക്കത്തില്ല. പൗരത്വ കാർഡ് ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല. എന്താ പ്രശ്നം? പൗരത്വ കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന 10 കോടിയോളം ആൾക്കാർ പുറത്തു പോകേണ്ടി വരും. അവർ കാലാകാലങ്ങളിൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഒക്കെ വോട്ട് കുത്തുന്നവരാണ്. മഹാഭൂരിപക്ഷവും മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യൻസും വന്ന് കുടിയേറി താമസിക്കുന്ന 10 കോടി ആളുകളുണ്ട്. ഏത് രാജ്യത്തിനാണ് പൗരത്വ രേഖയില്ലാത്തത്? ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പൗരന്മാർക്ക് ഒരു സിറ്റിസൺഷിപ്പ് കാർഡ് ഉണ്ടാക്കാൻ സമ്മതിക്കാത്ത? നാഷണൽ സിറ്റിസൺസ് രജിസ്റ്റർ ഉണ്ടാക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. CAA വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായിട്ട് പൗരത്വ കാർഡ് വേണം, പൗരത്വ രജിസ്റ്റർ ഉണ്ടാവും. പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. നമ്മൾ നാട്ടിൻപുറത്ത് ഒരു ക്ലബ്ബാണെങ്കിൽ പോലും അതിന് മെമ്പർഷിപ്പ് കാർഡ്, വായനശാലയ്ക്ക് മെമ്പർഷിപ്പ് കാർഡുണ്ട്, CPM-ന് മെമ്പർഷിപ്പ് കാർഡ് അല്ലേ, മെമ്പർഷിപ്പ് രജിസ്റ്റർ ഉണ്ട്, മുസ്ലിം ലീഗിന് മെമ്പർഷിപ്പ് രജിസ്റ്റർ ഉണ്ട്. എന്തിന് SDPIക്ക് പോലും മെമ്പർഷിപ്പ് രജിസ്റ്ററും ഉണ്ടാവും.
പക്ഷേ ഇവിടെ പറ്റില്ല. നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ രേഖ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ഒരു രജിസ്റ്റർ ഉണ്ടാക്കി അവർക്ക് സിറ്റിസൺ കാർഡ് കൊടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ആധാർ എന്ന് പറഞ്ഞ പൗരത്വ കാർഡല്ല, പാസ്പോർട്ടല്ല, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം വിദേശികൾ ഇവിടെ വന്ന് താമസിച്ചാൽ ഐഡൻറ്റിറ്റി കാർഡ് മാത്രമാണ് ആധാർ. അപ്പോൾ ഡൽഹി സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പൗരത്വ രേഖ അല്ലെങ്കിൽ പോലും ആധാർ കൊണ്ട് ആരും വരണ്ട. കാരണം ആധാർ ഇഷ്ടം പോലെ ഡ്യൂപ്ലിക്കേറ്റ്, ഈ പെരുമ്പാവൂരൊക്കെ ഈ നമ്മുടെ MG ഇവിടെ ബ്രോഡ്വേയിൽ നിന്ന് പിടിച്ചു ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡ് അടിച്ചു കൊടുക്കുന്നവരെ, പെരുമ്പാവൂരിൽ നിന്ന് പിടിച്ചു. അപ്പോൾ ആധാർ കാർഡ് വ്യാജമായി ഉണ്ടാക്കുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് വ്യാജമായി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് 2 കാർഡുകൾ മാത്രം താൽക്കാലികമായിട്ടെങ്കിലും പൗരത്വം തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ഇപ്പോൾ ഡൽഹി സർക്കാർ തീരുമാനിക്കുക. ഒന്ന് പാസ്പോർട്ടും ഒന്ന് ഇലക്ഷൻ ID കാർഡും. ഇലക്ഷൻ ID കാർഡ് പറ്റും. ഇലക്ഷൻ ID കാർഡ് എന്ന് വെച്ചാൽ ഇലക്ഷന് വോട്ടർ പട്ടികയിലും ഈ ഫോട്ടോ ഉണ്ടാവില്ല. അതിനകത്ത് കള്ളത്തരം കാണിക്കാൻ അത്ര എളുപ്പമല്ല. ഉണ്ട് അന്നൊക്കെ ഇഷ്ടം പോലെ അത് ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് ഇലക്ഷന് വേണ്ടി വ്യാജ ഇലക്ഷൻ ID കാർഡ് ഉണ്ടാക്കി എന്നുള്ളത് കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഇന്ത്യയിൽ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിൽ വന്ന് ജിഹാദി പ്രവർത്തനം നടത്താൻ വേണ്ടി പാകിസ്ഥാൻ പൗരന്മാർ വലിയ തോതിൽ കല്യാണം കഴിപ്പിച്ച് പെണ്ണുങ്ങളെ ഇങ്ങോട്ടും ചെക്കന്മാരെ ഇങ്ങോട്ടും കൊണ്ടുവരുന്ന ഒരു പ്രവണത നമ്മുടെ രാജ്യത്തുണ്ട്. അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിനെതിരെ കേന്ദ്ര സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നറിയാം. ഏതായാലും 29-ാം തീയതി കഴിയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് കേരളത്തിൽ നടപ്പാക്കില്ല, അവരെ ഒന്നും വിട്ടിട്ടില്ല എന്ന് പിണറായി വിജയൻ പറയുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.